തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ പലരും താല്പര്യം പ്രകടിപ്പിച്ചൊക്കെ രംഗത്ത് വരുന്നുണ്ട്. മത്സരിക്കാൻ താല്പര്യമുണ്ട്. ഇന്ന മണ്ഡലത്തിൽ വേണമെങ്കിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ ഞാൻ മത്സരിക്കാമെന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ, സ്ഥാനാർത്ഥി മോഹികളൊക്കെ രംഗത്തെത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട് വരികയാണ്. ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ട എന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമയമാകുമ്പോൾ കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും. സിറ്റിംഗ് MLA-മാർ നിലവിൽ അവരവരുടെ മണ്ഡലം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയാവും, ചിലപ്പോൾ മാറേണ്ടി വരും. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുമെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി മത്സരിക്കുമോ എന്ന് പറഞ്ഞില്ല. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും CPM-നെ സംബന്ധിച്ച് പിണറായിയേക്കാൾ മറ്റൊരു ക്രൗഡ് പുള്ളർ ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നയിക്കുക പിണറായി വിജയൻ തന്നെയാണ്. മറ്റ് ചില പേരുകളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. ചിലപ്പോൾ അവരെ മുൻനിർത്തിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നൊക്കെ. അതിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥി മോഹവുമായി രംഗത്തെത്തുന്നവർക്കുള്ള കൃത്യമായ വാർണിംഗുമാണ്. ശ്രീജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം രാജു അബ്രാഹമാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് വീണ ജോർജും അതോടൊപ്പം തന്നെ ജനീഷ് കുമാറും മത്സരിക്കുമെന്ന പ്രഖ്യാപനം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ ഒരു കാര്യത്തിൽ പിന്നീട് പാർട്ടി വിശദീകരണം ചോദിക്കുന്ന നിലയുണ്ടായി. മുഖ്യമന്ത്രി കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. ആരും സ്വയം സ്ഥാനാർത്ഥി കുപ്പായം എടുത്തണിയേണ്ടതില്ല, അത് പാർട്ടി തീരുമാനിക്കും, സമയമാകുമ്പോൾ പാർട്ടി പറയും എന്ന കാര്യം തന്നെയാണ് കൃത്യമായ സന്ദേശമായി മുഖ്യമന്ത്രി കൈമാറുന്നത്. മാത്രമല്ല, ഈ 2 ടേം എന്ന കാര്യത്തിൽ ഇളവ് വരുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി അതൊന്നുകൂടി സ്ഥിരീകരിക്കുകയാണ്. കാരണം MLA-മാർ നിലവിൽ ഇപ്പോൾ അവരുടെ സീറ്റുകളിൽ കൂടുതലായി ശ്രദ്ധിക്കുക എന്ന ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. നിങ്ങൾ ഒരുപക്ഷെ മത്സരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറേണ്ടി വരും. അക്കാര്യത്തിലൊക്കെ തീരുമാനം പിന്നെയാണ് ഉണ്ടാവുക. ഏതായിരുന്നാലും മണ്ഡലം കേന്ദ്രീകരിച്ച് ശക്തമായി പ്രവർത്തിക്കുക എന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത്. അതിനർത്ഥം ഈ 2 ടേം എന്ന കാര്യത്തിൽ ഇളവ് വരും എന്നത് തന്നെയാണ്. സിറ്റിംഗ് MLA-മാരിൽ പലരും മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. അതോടൊപ്പം തന്നെ സീനിയർ മുഖങ്ങൾ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ള ആളുകളെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള ആലോചന ഒരു വശത്ത് നടക്കുന്നു. മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത്, മുഖ്യമന്ത്രി താൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. മറിച്ച് തിരഞ്ഞെടുപ്പ് നയിക്കുന്നത് താൻ തന്നെയായിരിക്കും, താൻ മുന്നിലുണ്ടാകും എന്ന കാര്യം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറയുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. അതായത് ഭരണ തുടർച്ച ഉണ്ടായാൽ, 3ാം സർക്കാർ വന്നു കഴിഞ്ഞാൽ അതിനെ നയിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പിണറായി വിജയനാകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴൊന്നും പറയുന്നില്ല. അത് പാർട്ടി ലൈനിന് ചേർന്ന കാര്യവുമല്ല, സ്ഥാനാർത്ഥിയാകും എന്നൊരു കാര്യം സ്വയം പ്രഖ്യാപിക്കുക. കാരണം മുഖ്യമന്ത്രി തന്നെ അവിടെ പറയുന്നത് ഇപ്പോഴത്തെ MLA-മാർ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന നേതാക്കൾ ആരും സ്ഥാനാർത്ഥിത്വം സ്വയം എടുത്ത് അണിയണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രി താനാകും എന്ന് അദ്ദേഹം പറയുന്നതിൽ അഭംഗിയുണ്ട്, അല്ലെങ്കിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്നതിൽ അഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം അത്തരമൊരു പരാമർശം ഒഴിവാക്കിയത്. ഏതായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം വളരെ പ്രകടമാണ്. അദ്ദേഹം പറയുന്നത് ഈ ഗൃഹസമ്പർക്കം അത് വളരെ വലിയ വിജയമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലങ്ങളായിരിക്കില്ല ഇനി ഉണ്ടാകുന്നത്. അതിന് അദ്ദേഹം അടിസ്ഥാനമായി ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF വലിയ വിജയം, മിന്നുന്ന വിജയം നേടി 2ാം പിണറായി സർക്കാർ കൂടുതൽ സീറ്റോടുകൂടി അധികാരത്തിൽ വന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലോ ഉണ്ടായ ഫലം നോക്കി വിലയിരുത്തേണ്ടതില്ല, ഉറപ്പായും 3ാം സർക്കാർ എത്തുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേരിട്ട് പങ്കെടുത്താണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ CPM-ന്റെ ആരായിരിക്കും പ്രചാരണ നായകൻ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു, പ്രചാരണം താൻ തന്നെ നയിക്കും. മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അത് സമയമാവുമ്പോൾ പാർട്ടി തീരുമാനിക്കും. അതിൽ സ്വന്തമായുള്ള പ്രഖ്യാപനങ്ങൾ വേണ്ടെന്നും കൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.